മീഡിയ ടൈംസ് ജനങ്ങൾ പറയട്ടെ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. മാറാക്കരയിലെ മൂന്നാൽ വലിയ നിരപ്പ് കുന്നിനെ കൊന്നു കൊലവിളിച്ചതാര്? മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോ അതോ 18-ാം വാർഡ് മെമ്പറോ? ഇതൊന്നുമല്ലാതെ സ്വന്തം നാട്ടുകാർ തന്നെയാണോ? യാതൊരു നിയന്ത്രണവുമില്ലാതെ കുന്നിനെ നിലംപരിശാക്കി വരും കാലങ്ങളിൽ ഉരുൾപൊട്ടലും പ്രളയവും സ്വന്തം കൺമുന്നിൽ വിളിച്ചു വരുത്താൻ ആരാണോ സാഹചര്യമൊരുക്കിയത്? ജനം പറയുന്നു, നാടിനെ തകർക്കാൻ കൂട്ടുനിന്നവരെ തുറന്നു കാട്ടുകയാണ്. മീഡിയ ടൈംസിലൂടെ ജനങ്ങൾ പറയട്ടെ. ഈ ഒരു മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് മാറാക്കര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നതല്ല. ഇതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന CPM-ന് ഇതിൽ വലിയ പങ്കുണ്ട് എന്നൊക്കെ പറയാനുള്ള കാരണം തന്നെ അതായിരുന്നു. അതുകൊണ്ട് വികസനമൊക്കെ വേണം, വികസനം വേണം, പക്ഷെ വിനാശാവരുത്. വലിയ നാശത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. നമ്മുടെ നാടില്ലാതാവുന്നൊരവസ്ഥ. ഈ കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് എടുത്ത മുൻകൈ നടപടിയാണ് ഇതിൻ്റെ കാരണങ്ങളിലേക്ക് കടന്നത് എന്ന് തന്നെയാണ്. ഈ വലിയ നിരപ്പ് കുന്ന് ഒരു പ്രദേശത്തിൻ്റെ തന്നെ ഏറ്റവും ആശ്വാസമായിട്ടുള്ള, അവരുടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. ഇത് ദേശീയപാതയുടെ പ്രവൃത്തിക്ക് വേണ്ടി ഇടിച്ചു നിരത്തി. എന്താണ് ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ പറയാനുള്ളത്? ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഇത് തുടങ്ങിയിട്ട് ഇതിന് അന്ന് തന്നെ നമ്മൾ ഇതിന് പ്രതികരിക്കുകയാണെങ്കിൽ ഇത് നിർത്താമായിരുന്നു. അന്ന് തന്നെ ഇതുപോലെ ഒരു ടീം ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ഇത് നിൽക്കാൻ ഉള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും കോരി 11 ഏക്കറോളം ഇപ്പോൾ കോരി, ഇനി കുറച്ച് ഭാഗം കൂടി പേപ്പർ ശരിയാക്കേണ്ടതെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതെങ്കിലും നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രകൃതി സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, പ്രകൃതി സംരക്ഷണം അത് ഉറപ്പുവരുത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്ന നമ്മുടെ ഗവൺമെൻറ്റുകളും ഭരണാധികാരികളും നിലനിൽക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചരിത്ര പ്രാധാന്യവും അതുപോലെ തന്നെ ഒരു പ്രദേശത്തിൻ്റെ എല്ലാമായിട്ടുള്ള ഒരു കുന്നിനെ ഇങ്ങനെ ഇടിച്ചു നിരപ്പാക്കേണ്ടി വന്നത്? എന്താണ് ഇതിൽ പറയാനുള്ളത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ? നമ്മുടെ നാടിൻ്റെ വികസനത്തിനും മറ്റും നമ്മൾ ആരും എതിരല്ല. പക്ഷേ അത് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് ഇത്തരം രീതികളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം എനിക്കുള്ളത്. നമ്മുടെ നാട് പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലേക്കും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. പക്ഷേ അത് തന്നെ നമ്മൾ ഇപ്പോൾ മികച്ച എൻജിനീയറിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ള അവസ്ഥയിൽ തന്നെ ഇതിനെല്ലാം ഒരു പരിഹാരമായി ഈ ചൂഷണത്തിനെല്ലാം ഒരു പ്രതിവിധി ബദൽ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് സർക്കാരുകൾ പോകണം എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ഹൈവേകളിലെ മാറ്റം തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് പകലാൽ പോലും വാഹനങ്ങളിൽ പോലും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രകൃതി മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നടക്കുന്നത് ഇതുപോലുള്ള പല പ്രദേശങ്ങളിലും. ഇപ്പോൾ നമ്മുടെ ഈ റോഡ് വികസനത്തിൻ്റെ പേരിൽ തന്നെ പല കുന്നുകളും ഇപ്പോൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല കുന്നുകളും മരിച്ചു കഴിഞ്ഞു തന്നെ പറയാം. ഇപ്പോൾ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കാസർഗോഡ് ഭാഗത്ത് നിന്നും ചെറുവത്തൂർ എന്നൊരു സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. അവിടെ ഇതുപോലുള്ള ഒരു കുന്ന് പൂർണ്ണമായും നശിച്ച് കഴിഞ്ഞു. അതിൻ്റെ അനന്തര ഫലങ്ങളെല്ലാം ഇനി വരുന്ന തലമുറയാണ് അനുഭവിക്കാൻ പോകുന്നത്. നമ്മുടെ തലമുറയും ആണ് അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ പ്രതിവിധി കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സർക്കാർ തന്നെ പറയുന്നുണ്ട്, ഇത്രയും ഈ റോഡിൽ 60,000-ഓളം 6 ലക്ഷത്തോളം എത്ര ഒരു മരത്തിൻ്റെ കണക്കുകളെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം വെച്ച് പിടിപ്പിക്കണം എന്ന് പറയുമ്പോഴും അതെല്ലാം എവിടെ വെച്ച് പിടിപ്പിക്കുമെന്ന് അധികാരികൾക്കോ അതല്ലെങ്കിൽ ഈ റോഡുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പോലും ഒരു നിശ്ചയം, അതൊരു പ്ലാനിങ്ങും ഇല്ലാത്ത രീതിയിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരം രീതികളെല്ലാം നമ്മുടെ നാടിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് എന്ന് പറയാം. വികസനത്തിനപ്പുറം നമ്മുടെ നാടും അതോടൊപ്പം
വിസ്മൃതിയിലേക്ക് ആണ്ടുപോവുക തന്നെയാണ് ചെയ്യുന്നത്. വലിയ നിരപ്പ് കുന്ന് അപ്രത്യക്ഷമായി. ഈ നാട്ടുകാരനെന്ന നിലയ്ക്ക് ഈ കുന്ന് ഇടിച്ചു നിരത്തിയതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? കുന്ന് ഇടിച്ചു നിരത്തുക പറഞ്ഞാൽ ഈ പ്രദേശങ്ങളിലെ എല്ലാ ഭാഗത്തേക്കുള്ള ഒരു ജലസ്രോതസ്സാണ് ഈ കുന്ന്. ആ കുന്ന് ഇപ്പോൾ ഇടിച്ച ഭാഗത്ത് തന്നെ നമുക്ക് പോയി നോക്കി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഉറവ് പൊട്ടണമെന്നൊക്കെ കാണാം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഓരോ നാട്ടിലും ഓരോ കുന്നും മലകളും ഉണ്ടെങ്കിൽ അവർക്കൊരു ധർമ്മങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കുന്നിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ കുത്തിയിട്ട് ആ വെള്ളം കാണുന്ന ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ പ്രദേശങ്ങളിലുള്ള മനുഷ്യന്മാരായാലും സസ്യങ്ങളായാലും മറ്റ് ജീവജാലങ്ങളായാലും ഒക്കെ അവക്കൊക്കെ വെള്ളം കൊടുക്കുക എന്നുള്ള ഒരു ധർമ്മം നിർവഹിക്കുന്നുണ്ട് ഈ കുന്നുകൾ. ശരിക്കും ഇവിടെ ഈ കോറി ഈ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള ഈ കോരൽ നടക്കുമ്പോൾ സംഭവിച്ചു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുന്ന് ചെയ്യുന്ന ഈ ധർമ്മത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ഈ ഭൂമിയെ ഒരു വിരിപ്പാക്കുകയും അതിലെ മലകളെയും പർവ്വതങ്ങളെ ഒരു ആണിയാക്കി വെച്ചു എന്ന് പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ വിരിപ്പ് പാറിപ്പോവാതിരിക്കാൻ അല്ലെങ്കിൽ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആണി അവിടെ കുത്തി തറച്ച് വെക്കുന്നത്. ശരിക്കും ഈ ആണിയാകുന്ന ഈ മലകൾ എടുത്തു കഴിഞ്ഞാൽ ആ ഭൂമിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും അത് ഈ നാട് ഇന്ന് വരെ ഓൺലൈൻ മീഡിയകളിലും ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുള്ള ഭൂമി കുലുക്കങ്ങൾ അതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ എല്ലാം ഈ നാട് ഭാവിയിൽ സാക്ഷിയാവാൻ ഇത് കാരണമാകുന്നുള്ളതാണ്. ഇടിച്ചു നിർത്തി ഒരുപാട് കാടുകളുള്ള സമയം, ഇവിടെയൊക്കെ തെങ്ങിൻ്റെ തോപ്പുകളും മരങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. ഇവിടെ ഇങ്ങനെ ഒരു ചരം ഉണ്ടായിരുന്നു, അതിൽ ഒരുപാട് നായകളും കുറുക്കന്മാരൊക്കെ വന്ന് കാക്കച്ചുകളൊക്കെ വന്ന് വെള്ളം കുടിച്ചിരുന്ന സ്ഥലമായിരുന്നു. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം. ഇതിന് മുന്നേ ഒരുപാട് കാലം മുന്നേ സ്ത്രീകളൊക്കെ വന്ന് കുളിച്ച് ഞങ്ങളെല്ലാവരും ഒന്ന് കുളിച്ച് നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇങ്ങനെ ഒരുപാട് കുന്നുകൾ ഇതൊക്കെ ഉള്ളത്. പിന്നെ അതിൻ്റെ അങ്ങേപുറത്ത് മുമ്പത്ത് വാപ്പ വന്നിരുന്ന സ്ഥലമുണ്ട്, അവിടെ മാസത്തിൽ സ്ഥലത്തും കാര്യങ്ങളൊക്കെ നടക്കലുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ പോണത്. ഈ മല കോരണിനെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അതിൻ്റെ പരിസരവാസികളാണ്. ഞങ്ങൾക്കൊക്കെ ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം വെള്ളത്തിൻ്റെ കുടിവെള്ളം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഇപ്പോൾ ജപ്പാൻ വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ്. പക്ഷേ ഞങ്ങളൊക്കെ പാടത്തുനിന്ന് വെള്ളം അടിച്ചു കൊടുത്തിട്ടാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കേണ്ടത്. ഇപ്പോൾ ജപ്പാൻ വെള്ളം വേണ്ട മാതിരി കിട്ടലില്ല. പക്ഷേ ഇതും കൂടി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളം തീരെ കുറച്ചിട്ടൊക്കെ കിട്ടിയിരുന്ന അതും ഇല്ലാതാവും. തന്നെയല്ല, ഉള്ള വെള്ളം ഇവിടുന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഉള്ള വെള്ളമൊക്കെ വീടിൻ്റെ കൂടി ഒലിച്ചിട്ടാകെ ചളിയും ഇതൊക്കെ നിറഞ്ഞിട്ട് കുറേ അനുഭവം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അത് കുറേയൊക്കെ പോലെ നേരാക്കും, പിന്നാലെ നടക്കുമ്പോൾ നേരാക്കി തരുന്നുണ്ട്. ഇനി നമുക്ക് തുടർന്ന് കോരുകയാണെങ്കിൽ ഈ നാടിൻ്റെ കാര്യം വളരെയധികം ഖേദകരമാണ്. മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴങ്ങാണിക്കടുത്തുള്ള വലിയ നിരപ്പ് കുന്നിലാണ് ഇപ്പോഴുള്ളത്. എൻ്റെ പിറകിൽ കാണുന്നത് വലിയൊരു കുന്നായിരുന്നു. മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ വലിയ നിരപ്പ് കുന്ന് മുഴങ്ങാണിക്കടുത്ത്. പക്ഷേ ഇന്ന് നമുക്കിവിടെ ആ ഒരു കുന്നിനെ കാണാൻ കഴിയുന്നില്ല. മറിച്ച് പ്രകൃതിയെ കൊന്ന് പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുകയാണ്. ദേശീയപാത 66 അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ലോഡ് മണ്ണാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. ഒരു ശ്മശാനം കണക്കെ ഇന്ന് ഈ കുന്നിവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു ഭാഗത്ത് നാട്ടുകാരുടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നു, മറുഭാഗത്ത് നൂറുകണക്കിന് ലോഡുകൾ വീണ്ടും JCB ഉപയോഗിച്ച് ഇവിടെ നിന്ന് കയറ്റിപ്പോകുന്നു. വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കാരണം ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള പ്രകൃതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും അണിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഈ വലിയ നിരപ്പ് കുന്ന്. പക്ഷേ അതിനെ പൂർണ്ണമായും തകർത്തെറിഞ്ഞുകൊണ്ട് അധികാരിവർഗങ്ങളുടെ ഒത്താശയോട് കൂടിയിട്ട് തന്നെ ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടി ജനപ്രതിനിധികളോ അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ട ആരാണോ ഇതിനെ സംരക്ഷിക്കപ്പെടേണ്ട കാര്യത്തിൽ ഇടപെടേണ്ടത് അവർ പോലും മൗനം പാലിച്ചുകൊണ്ട് ഒരു നാടിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് വേണ്ടി ഈ കുന്നിനെ ശ്മശാന രീതിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇവിടെ ഖനനം നടന്നുകൊണ്ടിരിക്കുന്നത്. മാറാക്കരയുടെ സൗന്ദര്യമെന്നല്ല, ഈ ഒരു പ്രദേശത്തിൻ്റെ ജീവനാഡിയായിരുന്ന ഈ വലിയ നിരപ്പ് കുന്ന് ഇത്രയും പരിതാപകരമായ ഒരു അവസ്ഥ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചു. റോഡ് പണിയുടെ ആവശ്യാർത്ഥം NH 66 ബന്ധപ്പെട്ട് എന്താണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായും നമ്മുടെ മാറാക്കര പഞ്ചായത്തിൻ്റെ തന്നെ ഒരു വലിയ
ആവാസ വ്യവസ്ഥയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന വലിയ നിരപ്പ് കുന്ന് യഥാർത്ഥത്തിൽ ആ കുന്ന് തന്നെ നഷ്ടപ്പെട്ടു. ഇന്നത് നിരപ്പായി കിടക്കുന്ന അവസ്ഥയാണ്. ഇതിൻ്റെ ഒരു 60% കുന്നും ഇവിടെ നിന്ന് നിരപ്പാക്കി കഴിഞ്ഞു, മണ്ണെടുത്ത് കഴിഞ്ഞു. ഇനി ബാക്കി ഭാഗം കൂടി ഇല്ലായ്മ ചെയ്താൽ തീർച്ചയായും അതിൻ്റെ ദുരിതങ്ങളും അനുഭവിക്കുന്നത് ഇവിടുത്തെ പ്രദേശവാസികളായ ആളുകളാണ്. ഇവിടെ ഏറ്റവും മാറാക്കര വില്ലേജിലെ തന്നെ ഏറ്റവും നല്ല ജലസ്രോതസ്സായ ഒരു സ്ഥലം കൂടിയാണിത്. അത് തന്നെ നഷ്ടപ്പെട്ട് കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത കിണറുകളായിരുന്നാലും അതുപോലെ തന്നെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ഇതിൻ്റെ ദുരന്തങ്ങളും അനുഭവിക്കേണ്ടി വരും. അതാണ് ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരൊക്കെ വലിയ ആശങ്കയിലാണുള്ളത്. ഈ ആശങ്കയ്ക്ക് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് പിന്നെ അധികാര തലങ്ങളിൽ നിന്ന് ഏത് തരത്തിലുള്ള ഒരു കാര്യമാണ് ചെയ്തു കൊടുക്കാനുള്ളത്? ഈ ഒരു മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് മാറാക്കര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നതല്ല. ഇത് റവന്യൂ വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ബഹുമാനപ്പെട്ട കലക്ടറുടെയൊക്കെ അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തി നടക്കുന്നത്. തീർച്ചയായും അതിനുള്ള പെർമിഷൻ അവർ നൽകാതിരുന്നാൽ മാത്രമേ ഇത് നമുക്ക് തടയാൻ കഴിയുകയുള്ളൂ. അതിനാവശ്യമായ കാര്യങ്ങൾ അവരെ കണ്ട് ധരിപ്പിക്കലാണ് ഇനി ചെയ്യേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള അതിലേറെ ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന വലിയ നിരപ്പ് കുന്നാണ് ദേശീയപാതയുടെ പ്രവൃത്തിക്ക് ആവശ്യാർത്ഥം ഇവിടെ ഇടിച്ചു നിരത്തി നിരപ്പാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ മഹാനായ മമ്പുറന്തങ്ങൾ ഈ മലയ്ക്ക് മുകളിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത്, സഹവസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാൽപ്പാട് ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതടക്കം പൊളിച്ചു നീക്കുവാനുള്ള വലിയ തന്ത്രപ്പാടിലാണ് അധികാരിവർഗങ്ങളും റോഡ് നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും. ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും വകവെക്കാതെയാണ് ഹെക്ടർ കണക്കിന് സ്ഥലം ആ കുന്ന് ഇടിച്ച് നിരപ്പാക്കി ജനങ്ങളുടെ നിലനിൽപ്പിനെ വലിയ രീതിയിൽ ഭീഷണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ജനങ്ങൾ പ്രതികരിക്കുകയാണ് മീഡിയ ടൈംസിലൂടെ. 18-ാം വാർഡിൽ ഈ വലിയ നിരപ്പ് മല നികത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാഷണൽ ഹൈവേയിലേക്ക് മണ്ണ് വാരുന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയം ഒരുപാട് കാലങ്ങളായി ഇവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരു പിടി മണ്ണ് ഇന്ന് നമുക്ക് വാരിയെടുക്കണമെങ്കിൽ, അതായത് ഒരു വീട് വെക്കാൻ വേണ്ടി ഒരു ഭാഗം ഒന്ന് നിരത്തി അവിടുന്ന് മണ്ണ് വാരിയെടുക്കണമെങ്കിൽ ഇന്ന് ഒരുപാട് പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അവിടേക്ക് പോലും നമ്മുടെ വില്ലേജിൽ നിന്നോ അതല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ എന്നൊന്നും അതിൽ നിന്നൊരു അനുമതി കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്രമാത്രം വിശാലമായി ഇന്ന് ഇവിടെ നിന്ന് മണ്ണ് വാരി ഈ പ്രദേശത്തെ ആകെ തരിപ്പണാക്കിയിട്ടുള്ളത്. ഈ വിഷയം നമുക്കറിയാം, പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരുപാട് കാലങ്ങളായി ഈ ശ്രദ്ധയിൽ കൊണ്ടുവന്നതും പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ UDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വാർഡ് ഇന്ന് പ്രതിനിധാനം ചെയ്യുന്നത് CPMൻ്റെ വാർഡ് മെമ്പറാണ്. പക്ഷെ ആ വാർഡ് മെമ്പർ ഈ സമയം വരെ ഈ ഒരു വിഷയത്തിൽ ഒരു ഗൗരവതരമായ ഒരു കാഴ്ചപ്പാടോ അതല്ലെങ്കിൽ ഒരു പ്രതിഷേധങ്ങളോ പഞ്ചായത്ത് ഭരണസമിതിയിലോ അതല്ലെങ്കിൽ മറ്റു വില്ലേജിലോ മറ്റു മേഖലകൾക്കോ കലക്ടർക്കോ അതല്ലെങ്കിൽ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ CPM ആണ്. ആ CPMൻ്റെ കേരള സംസ്ഥാന സർക്കാരിന് വരെ ഇതുപോലെയുള്ള ഒരു പ്രതിഷേധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ധരിപ്പിച്ചിട്ടില്ല. അവരൊക്കെ ഈ വിഷയത്തിൽ ഒരു വലിയ ഒരു ഉത്തരവാദിത്വം കാണിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ഇത്രമാത്രം ഈ മല തകർക്കും എന്ന് ഞങ്ങൾക്ക് തോന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഇവിടെ UDFൻ്റെ നേതാക്കന്മാർ, പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് മെമ്പർമാരടക്കമുള്ള ആളുകളൊക്കെ ഈ പ്രദേശം വന്ന് സന്ദർശിച്ച് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന CPMന് ഇതിൽ വലിയ പങ്കുണ്ട് എന്നൊക്കെ പറയാനുള്ള കാരണം തന്നെ അതായിരുന്നു. വലിയ നിരപ്പ് കുന്ന് അത്
യഥാർത്ഥത്തിൽ അപ്രത്യക്ഷമായി. റോഡ് പണിയുടെ ആവശ്യാർത്ഥം ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് KNRC കമ്പനി ഏറ്റെടുക്കുകയും യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ ഈ പ്രദേശത്തുകാരുടെ, ഈ നാട്ടുകാരുടെ ജീവന് ഒരു വില കൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോകുന്നു. നിലവിൽ ഈ വാർഡിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഇവിടെ ഉള്ള ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടുന്ന ഒരാളെന്ന നിലയിലും എന്താണ് ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ അങ്ങേയറ്റം പാരിസ്ഥിതിക പ്രാധാന്യമുള്ളൊരു മലയാണിത്. അതിനെ സംബന്ധിച്ച് യാതൊരു തർക്കമില്ല. നമ്മളൊക്കെ വളരെ അഭിമാനത്തോടു കൂടി ചെറുപ്പകാലം മുതൽ നോക്കിക്കണ്ടിരുന്ന, വലിയ തലയെടുപ്പോടു കൂടി നിന്നിരുന്നൊരു മലയാണ്. അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിലേക്ക് പലപ്പോഴും വലിയ രൂപത്തിലേക്കുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തിയിരുന്നു. ഇതിനു മുമ്പ് വന്ന പല ആളുകളും, പല ഏജൻസികളും മണ്ണെടുക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നിരുന്നു. അവരെയൊക്കെ തന്നെ മണ്ണെടുക്കുന്ന ആ പ്രവണതയ്ക്കെതിരായി നമ്മൾ ശക്തമായ സമരവും പ്രക്ഷോഭമൊക്കെ നിരന്തരമായി നമ്മൾ നടത്തിയിരുന്നു. അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ 10-25,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് കെട്ടിടം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് KNRCLൻ്റെ ഉടമകൾ വാങ്ങിയ സ്ഥലം, അവർ ഈ സ്ഥലം വാങ്ങി, അവർ ഗ്രാമപഞ്ചായത്തിൽ 25,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന് വേണ്ടി അവർ പെർമിറ്റ് വാങ്ങി ആ കെട്ടിടം വെക്കുന്നതിന് വേണ്ടി മണ്ണെടുക്കണം എന്നുള്ള പേരിലാണ് പെർമിറ്റ് എടുത്തത്. അങ്ങനെ പെർമിറ്റ് എടുത്ത് അവർ മണ്ണെടുക്കാൻ ആവശ്യമായ രൂപത്തിലേക്കുള്ള നിയമപരമായ ജിയോളജിയും ഗ്രാമപഞ്ചായത്തും എല്ലാം കൂടി ചേർന്ന് അവർ നടപടി സ്വീകരിച്ചു. അങ്ങനെ തുടങ്ങി വെച്ചതാണത്. അതിനുശേഷം ഇത് ജനങ്ങളും ആരും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഈ പെർമിറ്റ് പുതുക്കുകയും അതിൻ്റെ പേരിൽ വ്യാപകമായി 5.5-6 ഏക്കർ സ്ഥലത്ത് മണ്ണെടുക്കുന്ന പ്രവണതയാണ് കാണുന്നത്. വളരെ ഭീതിയോടുകൂടി മാത്രമേ നമുക്കതിൽ കാണാൻ വേണ്ടി കഴിയുന്നുള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ ആവശ്യപ്പെടാറുണ്ട്, ഇനി നമുക്ക് ഒറ്റക്കെട്ടായി ഈ വാർഡിൻ്റെ ജനപ്രതിനിധി എന്നുള്ള രൂപത്തിലും ഇവിടുത്തെ കാര്യങ്ങൾ ഒക്കെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നുള്ള രൂപത്തിലേക്കും നമ്മൾ ഗ്രാമപഞ്ചായത്തിനോട് നിരന്തരം അഭ്യർത്ഥിക്കാറുണ്ട്. ഇനി ഇതിൽ പെർമിഷൻ കൊടുക്കുന്ന നിലപാട്, അതേപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടിയാണല്ലോ. ആ രൂപത്തിലേക്കുള്ള ഇടപെടലിലേക്ക് നിങ്ങൾ വരണമെന്ന് പലപ്പോഴും അവരോട് പറയാറുണ്ട്. പക്ഷേ അനുകൂലമായ രൂപത്തിലേക്കുള്ള നടപടിയല്ല ഉണ്ടാവാറ്. എന്തായാലും വലിയ പ്രയാസം നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വസ്തുത ഈ നാട്ടിലെ ജനങ്ങളോട് പറയേണ്ടതുണ്ട്. ഈ വാർഡ് ഉൾപ്പെടെയുള്ളത് CPMൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണുള്ളത്. വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സജിത നെന്നങ്ങാടിൻ്റെയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് OP കുഞ്ഞുമുഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം, ആ ഭരണത്തിന് കരിവാരി തേച്ച് കാണിക്കുന്നതിന് വേണ്ടി CPMന് ഒത്താശ ചെയ്യുന്ന ചില ആളുകളും കൂടി ഇറങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ നാട്ടിലെ നിസ്സഹായരായ മനുഷ്യരൊപ്പം നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് UDFൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ. ഈ വാർഡ് ഭരിക്കുന്നത് CPM ആണ്. അത് പഴഞ്ഞ ബോർഡിലും ഈ ബോർഡിലും ഒക്കെ CPMൻ്റെ പ്രതിനിധിയായിട്ടാണ്. പക്ഷേ ഈ ബോർഡിൽ ഒരു പരാതി പോലും ബോർഡ് യോഗം നടക്കുമ്പോൾ CPMൻ്റെ പ്രതിനിധി കൊടുത്തിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 2021 നിലവിൽ വന്ന ബോർഡിൽ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. 21 ശേഷമാണ് വ്യാപകമായിട്ട് ഇവിടെ മണ്ണ് എടുത്തു തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ ജനങ്ങൾക്ക് വരുന്ന അപകടം അതിനാര് ഉത്തരവാദിയാണ്? അതിനാര് മറുപടി പറയും? അത് പഞ്ചായത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് കേവലം രാഷ്ട്രീയ നാടകം കളിക്കുന്നത് CPMൻ്റെ എക്കാലത്തെയും പരിപാടിയാണ്. ഇവിടെ UDFന് പറയാനുള്ളത്, ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്കയുടെ കൂടെയാണ് UDFൻ്റെ ഭരണ സംവിധാനവും UDFൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയും ജനങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധത്തിൽ ഞങ്ങളും പങ്കാളികളാകും എന്ന് മാത്രമാണ് അറിയിക്കാനുള്ളത്. ഇവിടുത്തെ ഏക്കറോളം വരുന്ന ഭൂമി നിരത്തിയതിൻ്റെ ഒരു പ്രയാസത്തിൽ ഇവിടുത്തെ ജനങ്ങൾ പലതവണയായി നമ്മുടെ മാറാക്കര പഞ്ചായത്തിൽ വന്ന് ഇതിനെക്കുറിച്ച് നാട്ടുകാർ മൊത്തം വന്ന് സംസാരിക്കുകയും ഇതിനെതിരെ നമുക്ക് ഒരു നടപടി എടുക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. കളക്ടർ അനുമതിയും അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയും കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ അനുമതിയോടുകൂടെ നടക്കുന്ന ഈ ഒരു മണ്ണെടുപ്പിന് നമുക്ക് മാറാക്കര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ ഇന്ന് കൂടിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പലതരത്തിലും ഇതിൻ്റെ അധികൃതരായിട്ട് ഇടപെടുകയും
പലതവണ ഈ NH-ൻ്റെ പിന്നെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീർത്ത് ഇതിന് മറുപടി പറഞ്ഞത് ഇത് റവന്യൂ അധികൃതരുടെ തീരുമാനവും കേരള ഗവൺമെൻറ് തീരുമാനവും കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയും കൂടി ആകുമ്പോൾ ഇതൊരിക്കലും ഒരു ഗ്രാമപഞ്ചായത്തിന് ഇത് തടസ്സപ്പെടുത്താനോ ഇത് നിർത്തിവെക്കാനോ കഴിയില്ല എന്ന് കൃത്യമായിട്ട് നമ്മളെ മുന്നിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പത്തെ ഇടപെടലൊക്കെ പലരും നിർത്തിവെച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ മുന്നിൽ നമ്മൾ മനസ്സിലാക്കുന്നത് തൊട്ടടുത്ത പരിസര പ്രദേശം മലയും കൂടി എടുത്ത് ഇവിടുത്തെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഇവിടെ AP മാഷും ഇവിടുത്തെ പ്രസിഡൻറ്റും നമ്മുടെ സഫീഖ് മാഷ് അഹമ്മദ് മാഷൊക്കെ സൂചിപ്പിച്ച മാതിരി തന്നെ ഇവിടെ വലിയ ഒരു സംവിധാനമാണ്. ഈ സംവിധാനം ഇത് വല്ലതും ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മറ്റു അപകട സാധ്യതകളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആ തരത്തിൽ ഇതിനൊരു പ്രതിഷേധത്തിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 100% ഏത് തരത്തിലും കൂടെ നിൽക്കാൻ തയ്യാറാണ്. അതിൻ്റെ കൂടെ UDF സംവിധാനം തയ്യാറാണ്. നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇതൊരു ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രഖ്യാപിച്ച് സമൂഹത്തിന് മുന്നിൽ ഒരു ചാനലിന് മുന്നിൽ പറഞ്ഞു പോയിട്ട് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് മുമ്പ് കാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന 2-3 വർഷമായിട്ട് നടക്കുന്ന ഈ മണ്ണെടുപ്പിൽ ഇടപെടാത്ത ആളുകൾ ഇപ്പോൾ വന്നിട്ട് കുറേ അഭിപ്രായങ്ങൾ ഏതാണ്ട് 80%-90% മണ്ണെടുത്ത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി മണ്ണെടുക്കുമ്പോൾ പ്രതികരിക്കുന്ന ഒരു രീതി അന്യായമാണ്. ഗ്രാമപഞ്ചായത്ത് ഈ പ്രദേശത്തെ ആളുകളുടെ കൂടെ 100% ഇവിടുത്തെ പ്രസിഡൻ്റായാലും വൈസ് പ്രസിഡൻ്റായാലും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതികളാണെങ്കിലും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതികളാണ് ഇവിടുത്തെ UDF സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായി നിൽക്കും. ഇത്തരത്തിൽ പ്രതികരിക്കുന്ന വിഭാഗത്തിന് കേരള ഗവൺമെൻറ്റിലെ റവന്യൂ മിനിസ്റ്റർക്ക് അല്ലെങ്കിൽ സബ് കളക്ടർക്ക് അല്ലെങ്കിൽ കലക്ടർക്ക് തഹസിൽദാർക്കോ പരാതി കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഇടപെടാനുള്ള സംവിധാനങ്ങളും അത് ഉപയോഗപ്പെടുത്താതെ ഇവിടെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അന്യായമാണെന്ന് അറിയിക്കും. ഈ വിഷയത്തിൽ ഭരണസമിതിക്ക് യാതൊരു ബന്ധവുമില്ല, പങ്കുമില്ല എന്ന് കൃത്യമായി ഞങ്ങളോട് പറയുകയാണ്. ഇവിടെ നിലവിൽ നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ UDF-ൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഈ വാർഡിൻ്റെ ജനപ്രതിനിധി വാർഡ് മെമ്പറാണ് ഇത്തരത്തിൽ ഒരു മണ്ണ് ഖനനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത് എന്ന രീതിയിലൊരു ആരോപണം ഉന്നയിച്ചു. എന്താണ് അതിൽ പറയാൻ? ആരോപണത്തിലൊരു വസ്തുതയില്ല. ആരോപണം വെറും വ്യാജ ആരോപണം മാത്രമാണ്. മറിച്ച് അവരാണ്, ഗ്രാമപഞ്ചായത്താണ് ഇത് മണ്ണ് ജനങ്ങളൊക്കെ തടഞ്ഞ് ഒരു പ്രക്ഷോഭ സമിതിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. CPIM-ഉം അതേപോലെ തന്നെ പിന്നെ സ്വതന്ത്രമായി വ്യക്തിത്വമുള്ള സംഘടനകളും ഒക്കെ ആയി, വ്യക്തികളും എല്ലാവരുമായി ഇവിടെ നല്ലൊരു പ്രക്ഷോഭ സമിതി ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ പ്രക്ഷോഭ സമിതിയുടെ ആവശ്യങ്ങളുടെ ചിറകരിയുന്ന രൂപത്തിലേക്കുള്ള സമീപനമാണ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചത്. കാരണം അവർ പിന്നെ പെർമിഷൻ കൊടുത്തിട്ടാണല്ലോ കെട്ടിടത്തിന് ഇത്തരം വലിയ കിഴക്കാൻ തൂക്കായ ഒരു മലക്ക് മുകളിൽ പിന്നെ കെട്ടിടമുണ്ടാക്കാൻ പെർമിഷൻ കൊടുക്കുമ്പോൾ അറിയാം മണ്ണെടുക്കുമെന്നുള്ളത്. അന്ന് അതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച സാഹചര്യം അടക്കം ഈ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധി എന്നുള്ള രൂപത്തിലേക്ക് നമ്മളും ഇവിടുത്തെ ജനങ്ങളും ചേർന്നുണ്ടായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ വന്നിരുന്നു. ആ സെക്രട്ടറിയെ ഉപരോധിച്ച് അങ്ങനെ സെക്രട്ടറി ഭയങ്കര പിന്നെ പ്രശ്നമായിട്ടാണ് തിരിച്ചു പോയത്. അങ്ങനെ കാടാമ്പുഴ CI ഓഫീസ്, പോലീസ് എല്ലാവരുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചില ഉപാധികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയത്. പക്ഷെ അത് തുടർന്നു പോകാനും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിനിധി സംഘം പിന്നെ ജിയോളജിയിൽ സംയുക്തമായി ചെന്ന് കണ്ട് ഇത് അടിയന്തരമായി ഈ പെർമിറ്റ് മണ്ണെടുക്കാനുള്ള പെർമിറ്റ് ക്യാൻസൽ ചെയ്യണം എന്നടക്കം ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചതാണ്. അവരതിൽ ഉറച്ചു നിന്നില്ല എന്ന് മാത്രമല്ല അഴകുഴമ്പ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ വളരെ ശക്തമായ നടപടിയാണ് ഈ മല സംരക്ഷിക്കുന്നതിന് വേണ്ടി വിവിധ ഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള ഈ ഖനന കമ്പനികൾ വരുമ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് എടുത്ത മുൻകൈ നടപടിയാണ് ഇതിൻ്റെ കാരണങ്ങളിലേക്ക് കടന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ഒരു മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് മാറാക്കര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നതല്ല. ഇതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന CPM-ന് ഇതിൽ വലിയ പങ്കുണ്ട് എന്നൊക്കെ പറയാനുള്ള കാരണം തന്നെ അതായിരുന്നു. അതുകൊണ്ട് വികസനമൊക്കെ വേണം, വികസനം വേണം. പക്ഷേ വിനാശാവരുത്. വലിയ നാശത്തിലേക്ക് നമ്മൾ നാട് പോകും. നമ്മുടെ നാട് ഇല്ലാതാവുന്ന ഒരവസ്ഥ. ഈ കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് എടുത്ത മുൻകൈ നടപടിയാണ് ഇതിൻ്റെ കാരണങ്ങളിലേക്ക് കടന്നത് എന്ന് തന്നെയാണ്.
കേരളത്തിൽ പൊതുവെ ഗതാഗത കേന്ദ്രിതമായൊരു വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തെക്ക് വടക്ക് ആളുകൾക്ക് അതിവേഗത്തിലെത്താൻ വേണ്ടിയുള്ള വികസനമാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദേശീയപാതയുടെ വികസനം. 45 മീറ്റർ വീതിയിൽ 643 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ദേശീയപാത വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഏറി വരുന്ന വാഹനങ്ങളുടെ പെരുപ്പനുസരിച്ച് അത്തരം ഗതാഗത മാർഗങ്ങൾ വികസിക്കേണ്ടതുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ടും അത്തരം വികസനത്തിൻ്റെ ഭാഗമായി ഒരുപാട് തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ, വിഭവ ചൂഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വിഭവ ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു കുന്ന്, മാറാക്കര പഞ്ചായത്തിലെ വലിയ നിരപ്പ് കുന്നിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കൂട്ടായ്മ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് 2 വർഷം മുമ്പ് തന്നെ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പല അധികാരികളെയും ഉദ്യോഗസ്ഥ പ്രമുഖരെയൊക്കെ ഇത് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമീപിക്കുകയുണ്ടായി. പക്ഷേ വേണ്ടത്ര പിന്തുണ അവരിൽ നിന്ന് കിട്ടിയതായിട്ട് തോന്നുന്നില്ല. മാത്രമല്ല പ്രാദേശിക ജനവിഭാഗങ്ങളും ഇതിൻ്റെ വിപത്തിനെക്കുറിച്ച് അറിയാൻ കുറച്ച് വൈകിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് വലിയ ഭാഗപ്പ് മാന്തി കൊണ്ടുപോയി KNRC കമ്പനിക്കാർ സമീപത്തുള്ള റോഡ് പണിക്ക് വേണ്ടി നിരന്തരമായി ഇവിടുന്ന് മണ്ണ് കടത്തിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള അനുമതി പത്രത്തിനും അതീതമായി വലിയ ചൂഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ഈ പ്രദേശത്തെ എല്ലാ ജനവിഭാഗങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പഞ്ചായത്തൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള ഭാഗമെങ്കിലും അതിൻ്റെ ഭാഗമായി സംരക്ഷിക്കപ്പെടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടായ്മയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാനും പങ്കാളിയാകുന്നു. നമ്മളൊരു മാറാക്കര പഞ്ചായത്തിലെ 17-ാം വാർഡിലാണ് ഇപ്പോൾ ഉള്ളത്. 17ഉം 16ഉം 18ഉം വാർഡൊക്കെ ശരിക്കും മൊത്തത്തിൽ നിരപ്പായിക്കണേ. ഒരു അറം പറ്റിയമാതിരി നാടിൻ്റെ പേരിനെ വലിയ നിരപ്പ് എന്നാണ്. ഈ വലിയ നിരപ്പ് അക്ഷരത്തിൽ മൊത്തം നിരന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ മനുഷ്യർ ഒരുപാട് നല്ല മനുഷ്യരാണ്. കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, വിഷയം ഉണ്ടാക്കണ്ട എന്ന നിലയ്ക്ക് അവർ നിന്ന് കൊടുത്തു. പക്ഷേ അതുവരെ ചൂഷണം ചെയ്യുമായിരുന്നു. നിങ്ങളുടെ വലിയ വലിയ കമ്പനികൾ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു 12 വർഷം മുന്നേ ഏറനാട് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വിഷയമായി ബന്ധപ്പെട്ടപ്പോൾ സമയത്ത് നാട്ടുകാരടക്കം എന്നെ വളഞ്ഞിരുന്നു. അന്ന് ഞാൻ കേരള വിഷൻ റിപ്പോർട്ടറാണ്. ആ സമയത്ത് വന്ന് കേരള വിഷൻ റിപ്പോർട്ടർ 3-ാം മാസമാണ്. ആ ലാസ്റ്റ് ഇവിടുത്തെ പ്രമുഖ പാർട്ടിയുടെ ആളുകളൊക്കെ ബന്ധപ്പെട്ട് ലത്തീഫ് ഇവിടുത്തെ ആളാണ്, ഇവിടുത്തെ കല്യാണം കഴിച്ചു ആളാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അന്ന് ഞാൻ. പക്ഷേ എനിക്കന്ന് അതിന് മേലെ കയ്യോ വെച്ചാൽ എൻ്റെ കയ്യോ കാലം പോലും ഞാനിപ്പോൾ ഇല്ലാതായാൽ പോലും അതുകൊണ്ട് നിൽക്കുമായിരുന്നു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വരുന്ന നാടകങ്ങളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട് നിലനിൽക്കാനുള്ള നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് നമുക്കില്ല ജീവിതം ഇല്ലാതാവുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്ന ചിന്ത നമ്മളുണ്ടാവണം. നമ്മുടെ കുട്ടികൾ ഇവിടെ വരാണ്ട് അവർക്ക് വെടിയൊരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സമരം ധീരമായിട്ട് ഏറ്റെടുക്കേണ്ടത് മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും. ഇപ്പോൾ രമേശ് മാഷ് മുന്നേ പറഞ്ഞ മാതിരി പ്രകടമായിട്ട് അവർ ഇതിനൊക്കെ എതിരാണ്. പക്ഷേ അവരുടെ ഒന്നൊരു ഐക്യബലം ഈ വിഷയത്തിൽ കാണില്ല. അത് കണ്ടേ പറ്റൂ. ഇത് നമ്മുടെ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. അതുകൊണ്ട് വികസനമൊക്കെ വേണം, വികസനം വേണം. പക്ഷേ വിനാശാവരുത്. വലിയ നാശത്തിലേക്ക് നമ്മുടെ നാട് പോകും. നമ്മുടെ നാട് ഇല്ലാതാവുന്നൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് ജീവൻ ത്യജിച്ചാൽ പോലും നമ്മുടെ നാട് നിലക്കുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാവണം. ഈ ഒരു മണ്ണ് നമ്മുടെ ജീവൻ്റെ മണ്ണാണ്, ജീവൻ്റെ രക്തമാണ്. നമ്മൾ മനുഷ്യരാണ്, മണ്ണാണ്. പക്ഷേ ഈ മണ്ണ് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനെതിരെ പോരാടാനുള്ള ഒരു ടീം, ഒരു യുവത്വം ഇവിടെ ഉണ്ട്. അതിൽ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ കാലം വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് പ്രകൃതി നിലക്കണം അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചു പിടിക്കും. ഇന്നലെങ്കിലും നാളെ ഇതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള വെമ്പൽ നമ്മുടെ കുട്ടികളുണ്ട്. അതേറെ പ്രതീക്ഷയ്ക്ക് വില നൽകുന്നുണ്ട്. പ്രതീക്ഷയ്ക്ക് നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ടാവുന്നത് കുട്ടികളിൽ തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളെ കൂടി സമരത്തിൽ ചേർത്ത് നിർത്തണം. നമ്മുടെ സഹോദരിമാരും കുട്ടികളൊക്കെ വന്ന് വലിയൊരു പ്രക്ഷോഭത്തിന് നാന്ദിയാകട്ടെ എന്നാണ് എനിക്ക് പ്രത്യാശിക്കാനുള്ളത്. വിവിധ സമയങ്ങളിൽ ഈ മല ഇടിച്ചു നിരത്തുന്നതിന് വേണ്ടിയിട്ട് നിരവധി കമ്പനികൾ ഇവിടെ എത്തിയിരുന്നു. ഇതെല്ലാം നാട്ടുകാരും ഇവിടുത്തെ ജനപ്രതിനിധികളും ചേർന്ന് അതിനെല്ലാം പ്രതിരോധിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ ഒരു 25,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ബിൽഡിംഗ് വെക്കുന്നതിന് വേണ്ടി KNRC കമ്പനി മാറാക്കര ഗ്രാമപഞ്ചായത്തിനെ സമീപിക്കുകയും ആ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യാൻ അനുമതി നൽകുകയും ചെയ്തു. ഉപാധികൾ പലതും വെച്ചതായിരുന്നെങ്കിൽ പോലും ആ ഉപാധികളെല്ലാം, ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആ 25,000 സ്ക്വയർ ഫീറ്റിന് അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള മണ്ണ് ഖനനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 11 ഹെക്ടറോളം ഭൂമിയാണ് ഇവിടെ ഇടിച്ചു നിരപ്പാക്കി മണ്ണ് ഖനനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു, ഈ ഖനനം നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ജലം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്രത്തോളം ജലം ശേഖരിച്ചു വെച്ചിരുന്ന ഒരു കുന്നായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും കുടിവെള്ളമടക്കം അതിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ കുന്ന് ഇടിച്ചു നിരപ്പാക്കിയതിലൂടെ വലിയ ഭീഷണിയാണ് നേരിടുന്നതെന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുകയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തിരമായിട്ട് ബാക്കിയുള്ള ഖനനം നടത്താൻ ബാക്കിയുള്ള ഭാഗമെങ്കിലും അത് സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാർ അധികാരിവർഗത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്കൊരു കാര്യം പറയാനുള്ളത്, ഇനി വരുന്ന തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ള ആ വരികൾക്ക് വലിയ പ്രസക്തിയുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു മലയാണ് ഇവിടെ ഇടിച്ചു നിരപ്പാക്കിയിട്ടുള്ളത്.
ഇത് പ്രതിഷേധിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘട്ടമാണ്, അതിൽ അനിവാര്യതയുണ്ട്. മീഡിയ ടൈംസ് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സിദ്ദിഖ് കാട്ടിലങ്ങാടിക്കൊപ്പം നൗഷാദ് അലി യാദവനാട്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.